ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതില് ഇപ്പൊ വാട്ടർ ടേബിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസ് ലെവലിൽ നിന്ന് ബി താഴോട്ടാണ് വാട്ടർ ടേബിൾ ഉള്ളതെങ്കിൽ ദെൻ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ബിക്ക് അതായത് ഈ ഒരു ലെവലിൽ മേലോട്ട് വാട്ടർ ടേബിൾ വരുമ്പോഴേ അതിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ വരുത്തത്തുള്ളൂ. അതായത് ഇവിടോ എവിടെയെങ്കിലും അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇക്വേഷനിൽ അതിന്റെ ഇൻഫ്ലുവൻസ് വരത്തുള്ളൂ. അതല്ലാതെ ഈ ഒരു ഡെപ്തിന് താഴെയാണ് വാട്ടർ ടേബിൾ എങ്കിൽ, അതായത് ഇവിടം തൊട്ട് താഴോട്ട് എവിടെ ആണെങ്കിലും നമ്മുടെ ഇക്വേഷൻ പഴയതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഏതാ 5 മീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ, അതായത് ഇവിടുന്ന് 2 താഴോട്ട് 3 മൊത്തത്തിൽ 5 താഴെയാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. 5 തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, എൻ ഗാമ എൻ ക്യൂ ഇതിനകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഫോർ ദ ടൈം ബി വാല്യൂസ് തരാം. ദെൻ മോയിസ്റ്റ് വെയിറ്റ് ഓഫ് സോയിൽ എബോവ് വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ മൊത്തത്തിൽ ഗാമ എന്ന് പറയുന്നത് 17.25 ആണ്. 17.25 ആണ്. ഓക്കെ, സോ ട്രൈ ടു ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ എൻ സി എൻ ക്യു എൻ ഗാമയുടെ വാല്യൂ ഇപ്പം പറയാമേ. എൻ സി 57.8, എൻ ക്യു 41.4, എൻ ഗാമ 42.4. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യൂവിന്റെ വാല്യൂ എന്ത്? ക്യു യു ഇസ് ഈക്വൽ ടു സി എൻ സി പ്ലസ് ക്യു എൻ ക്യു പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ. ഓക്കെ, ഇപ്പൊ സി എന്താ ഇവിടെ? 30 ഇൻറ്റു 57. ഇത് നിങ്ങൾക്ക് എളുപ്പമാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഫസ്റ്റ് ചാപ്റ്ററേ ഉള്ളൂ എനിക്ക് അത്രയും ടഫ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം അങ്ങോട്ടും എല്ലാം എളുപ്പമാ. ക്യൂ എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? ഈ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, ഇവിടം വരെയുള്ള ഓവർ ബർഡൻ. ഓക്കെ, അപ്പം ഗാമ ഇൻറ്റു ഡി എഫ് എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു ഡി എഫ്. വേറെ വേറെ ഗാമയാണെങ്കിൽ ഇതിന് മേലോട്ടുള്ള ഗാമ എടുക്കാം, ഇവിടെ മൊത്തം ഒരേ ഗാമ തന്നെയാണ്. 17.25 ഇൻറ്റു ഡി എഫ് എന്ന് പറയുന്നത് 2 മീറ്റർ ഇൻറ്റു വാട്ട് ഈസ് എൻ ക്യൂ 41.4 പ്ലസ് ഹാഫ് ബി ഗാമ, ബി ഇസ് 3, 17.25, എൻ ഗാമ 42.4. എത്ര കിട്ടും? ചോദ്യം മൊത്തത്തിൽ എഴുതിയിട്ടില്ലല്ലോ. വാട്ട് ഈസ് എ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. വാട്ട് ഈസ് എ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി? എല്ലാരും ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേ, ഞാൻ ചോദിക്കാം. വാട്ട് ഈസ് എ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി? നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ക്യൂ എത്ര കിട്ടി? And factor of safety is given as 3. ക്യൂവിന്റെ വാല്യൂ എത്ര കിട്ടി?
സ്വാതി? 4259.4. അതെ, 4259.4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതൊരു പ്രഷർ മാതിരിയുള്ള. ഓക്കെ, ഇനി അടുത്ത നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഇത് അൾട്ടിമേറ്റ് കിട്ടി, നെറ്റ് സേഫാ വേണ്ടുന്നത്. അപ്പൊ നെറ്റ് അൾട്ടിമേറ്റ്, അത് കഴിഞ്ഞിട്ട് നെറ്റ് സേഫിലോട്ട് നമ്മൾ വരത്തുള്ളൂ. പിന്നെ അതിൽ നിന്ന് നമ്മൾ സേഫ് ബിയറിംഗിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സേഫ് ബിയറിംഗിലോട്ട്, ഗ്രോസ് സേഫ് ബിയറിംഗിലോട്ട് പോകത്തുള്ളൂ. സോ അടുത്ത നമുക്ക് വേണ്ടുന്ന QNU ആ. QNU എങ്ങനെ കണ്ടുപിടിക്കും? 4259.4 അല്ലെങ്കിൽ QU മൈനസ് ഗാമ ഡി എഫ്. QU മൈനസ് ഗാമ ഡി എഫ്. ഇതിന് വേറെ ഒരു വഴിയും കൂടെ ഉണ്ട്. അതായത് ഈ ഒരു ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് QNU ഇക്വേഷൻ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? CNC പ്ലസ് QNQ പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ എന്ന് പറയുന്നതാണ് QUന്റെ ഇക്വേഷൻ. അത് QNU ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് എന്ത് ചെയ്യും? ഗാമ ഡി എഫ്, മൈനസ് ഗാമ ഡി എഫ്. മൈനസ് ഗാമ ഡി എഫ് എന്ന് പറയുന്ന ആര് തന്നെ? Q അല്ലേ? ഇയാൾ ആരാ? Q അല്ലേ? അപ്പൊ മൈനസ് Q. അപ്പൊ CNC ഈ QNQ മൈനസ് Q എന്ന് പറയുമ്പോ എന്താ? Q ഇൻറ്റു NQ മൈനസ് 1 അല്ലേ? Q നമ്മൾ കോമൺ പുറത്തെടുക്കുമ്പോ NQ മൈനസ് 1 പ്ലസ് ഹാഫ് ബി ഗാമ എൻ ഗാമ. അങ്ങനെ ഒരു ഇക്വേഷനും ഉണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാനിത് സെപ്പറേറ്റ് ചെയ്തത്. Q minus gamma DF. So 4259.4 minus 17.52 into 2. എത്ര കിട്ടി? ഭാവന? 4224.36 ആണ്. 422 4.36. 36. ആ. Yeah. 36 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇനി എന്താ വേണ്ടുന്നത്? നെറ്റ് സേഫ്. നെറ്റ് സേഫ്. ഓക്കെ, അപ്പൊ നെറ്റ് സേഫ്. അപ്പൊ QNS എങ്ങനെ കിട്ടും? QNU by 3 ചെയ്താൽ മതി. വൺ 408.12 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന കപ്പാസിറ്റിയാ. ചില സമയത്ത് ലോഡ് ചോദിക്കും. ഇവിടെ സ്ട്രിപ്പ് ആയതുകൊണ്ട് ലോഡ് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ലോഡ് പെർ യൂണിറ്റ് മീറ്റർ എന്നോ അല്ലേ ചോദിക്കത്തുള്ളൂ, അത് നീണ്ട അങ്ങോട്ട് കിടക്കുമ്പോ. അല്ലാത്തപ്പോ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? Q തന്നിട്ടുണ്ടെങ്കിൽ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? Q/A ആണ്. ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താ? ലോഡ് ബൈ ഏരിയ. അപ്പൊ ലോഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ Q ഇൻറ്റു ഏരിയ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, കപ്പാസിറ്റി ആണോ അതോ ലോഡ് ആണോ എന്നുള്ളത് ചോദ്യം. ഓക്കെ, സോ ഡു ദിസ് പ്രോബ്ലം. പ്രോബ്ലം ചെയ്തേ. അപ്പൊ നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പൊ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഫോർമുല എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? QU is equal to CNC ആണോ? അല്ല, ആദ്യം ഒരു അളവുണ്ട് 1.2 CNC പ്ലസ് QNQ പ്ലസ് മറ്റേത് ഹാഫ് എന്ന് പറയുമ്പോൾ 0.5, സ്ക്വയർ വരുമ്പോഴത്തേക്ക് 0.4 ബി ഗാമ എൻ ഗാമ. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് 2 മീറ്റർ തന്നെ. ഈസ് ഫൗണ്ടഡ് അറ്റ് എ ഡെപ്ത്. സോ DF, ഡീപ് ഡിപ്പോസിറ്റ് ഓഫ് മീഡിയം ക്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലേ എന്ന് പറയുന്നത് മീഡിയം ക്ലേ ആണ്. സോ അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ മാറും?
ക്ലേ ആവുമ്പോ എൻ ഗാമയുടെ വാല്യൂ 0 ആവും കേട്ടോ. കാര്യം എന്താണെന്നറിയാവോ? ഫൈയുടെ വാല്യൂ എന്താ അവിടെ തന്നിരിക്കുന്നത്? ഫൈയുടെ വാല്യൂ തന്നിട്ടില്ല, UCSA തന്നിട്ടുള്ളൂ. അപ്പൊ ഫൈ ഇല്ല. അപ്പൊ നിങ്ങള് മറ്റേ ആ NC NQ എൻ ഗാമയുടെ വാല്യൂസ് ഒന്ന് നോക്കിയേ. ഇതിന്റെ ഈ വാല്യൂസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഇക്വേഷനിൽ നോക്കുമ്പോൾ ഇവിടെ tan ഫൈ ആണ് ഇൻറ്റു ചെയ്തേക്കുന്നത്. tan ഫൈ ഇൻറ്റു ചെയ്തേക്കുക. സോ വെൻ ഫൈ ഈസ് ഈക്വൽ ടു 0, എൻ ഗാമ വിൽ ബിക്കം 0. ഫൈ 0 ആകുമ്പോൾ എൻ ഗാമ എന്തായി മാറും? 0 ആയി മാറും. ഇവിടെ NQന് കുഴപ്പമുണ്ടോ? ഇല്ല. ഫൈ 0 ആയാലും വലിയ വിഷയം വരുന്നില്ല. ഇവിടെ e⁻0 ഈ 1 ആയി മാറും. ഇവിടെ എന്തായി മാറും? NQ എന്തായി മാറും? ഫൈ 0 ആവുന്നല്ല. അതായത് ക്ലേ തരുക. ചോദ്യത്തിൽ ക്ലേ ആണ്. ക്ലേ ആണെങ്കിൽ എന്താ? എൻ ഗാമ 0 ആയി മാറും എന്ന് ഓർത്തോ. എവിടെ നോട്ട് ചെയ്ത് വെച്ചോ. വെൻ ഫൈ ഈസ് ഈക്വൽ ടു 0, എൻ ഗാമ ഈസ് ഈക്വൽ ടു 0. ഓക്കെ. അതേപോലെ തന്നെ ഫൈ 0 ആകുമ്പോൾ എയുടെ വാല്യൂ എന്തോ ആയി മാറും? സംതിങ് e⁻ടു സംതിങ് ഇവിടെ 0 ആയി മാറും. ഓക്കെ. അപ്പം എയുടെ വാല്യൂ 1 ആയി മാറും. സോ ഇത് 1. cos സ്ക്വയർ 45 പ്ലസ് 5/2 ഇത് 0. അപ്പൊ 45. 2 cos സ്ക്വയർ 45. NQ is equal to 1/2 into cos സ്ക്വയർ 45. cos 45 എന്തുവാ? cos 45 എന്തുവാ നിലേഷേ? ഹലോ, cos 45 എന്തുവാ? 1/√2. 1/√2. അപ്പൊ cos സ്ക്വയർ 45 എന്ന് പറയുമ്പോൾ 1/√2 ആകുമ്പോൾ 1/2 ആയി മാറും. അത് പോയി. അപ്പൊ NQന്റെ വാല്യൂ 1. ഇനി NCയുടെ വാല്യൂ നിങ്ങൾ ചെയ്ത് വരുമ്പം ഇതിപ്പോ 1 ആയി മാറി, ഇത് 1 ആയി മാറി. ഓക്കെ, 1 - 1 വരുമോ? NC cot 5 into cot 5. cot 5 എന്ന് പറയുമ്പോൾ cot 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. അപ്പം NCയുടെ വാല്യൂ ആക്ച്വലി 5.7 ആയിരുന്നു കേട്ടോ. എന്താ 1 - 1 വരുന്നേ? എനിവേ NCയുടെ വാല്യൂ 5.7 ആണ് വരുന്നത്. ഇത് ഇക്വേഷനിൽ ഇട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. വേറെ വല്ല ഓക്കെ. അപ്പൊ NCയുടെ വാല്യൂ 5.7. അപ്പം 5 0 ആകുമ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്നോർത്തോ. 5 0 ആകുമ്പോൾ ഇതാണ് നമുക്ക് കണ്ടീഷൻ വരുന്നത്. ഓക്കെ. സോ നമ്മുടെ മറ്റേ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പം ഇവിടെ എന്താ? മീഡിയം ക്ലേ ആണ്. മീഡിയം ക്ലേയുടെ പ്രത്യേകത നമുക്ക് സിയുടെ വാല്യൂ എന്തെടുക്കണം? മറ്റേ ഫൈയുടെ എഫക്ട് വരത്തില്ല. കാരണം വെച്ചാൽ എന്താ? tan ഫൈ ഈസ് ഈക്വൽ ടു 2/3 tan ഫൈ. അപ്പൊ ഫൈ 0 ആയതുകൊണ്ട് പുതിയ ഫൈയും 0 തന്നെ. അപ്പൊ ഫൈയുടെ എഫക്ട് വരത്തില്ല. ആകെ സിയുടെ എഫക്റ്റേ വരത്തുള്ളൂ. 2/3 C. അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുമ്പോൾ സോയിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റിഫ് ക്ലേ, ഡെൻസ് സാൻഡിന്റെ കേസ് കുഴപ്പമില്ല. ലൂസ് സാൻഡ് അല്ലെങ്കിൽ മറ്റേ മീഡിയം ഡെൻസിറ്റി ഉള്ള സാൻഡ്, മീഡിയം ക്ലേ എന്നൊക്കെ പറയുവാണെങ്കിൽ അത് ലോക്കൽ ഷിയർ ഫെയിലിയർ. ഓക്കെ. അല്ലാത്ത കേസുകളെല്ലാം ജനറൽ ഷിയർ ഫെയിലിയർ. ഇത് വരുമ്പോൾ ലോക്കൽ ഷിയർ ഫെയിലിയർ. പിന്നെ അതേപോലെ ഓർക്കേണ്ട എന്താ? ഫൈ 0 ആകുമ്പോൾ NCയുടെ വാല്യൂ 5.7, NQന്റെ വാല്യൂ 1 ആൻഡ് N ഗാമയുടെ വാല്യൂ 0. ഓക്കെ. N ഗാമയുടെ വാല്യൂ 0. അപ്പൊ പ്യുവർ ഇതാ. അപ്പൊ സിയുടെ വാല്യൂ എന്തോന്നൊന്ന് പറഞ്ഞേ. UCS വാല്യൂ തന്നേക്കുന്നത്. അപ്പൊ സിയുടെ വാല്യൂ എന്തായി മാറും? വാട്ട് വിൽ ബി സി? സി എന്താ? ആരാ? സ്വാതി. 133.33. എന്തോ? 133.33. 133.33. അതെങ്ങനെ എഴുതും? 2/3 into 200 ചെയ്തോ? ആ 200 ചെയ്യരുത്. 200 UCS വാല്യൂ ആ. എടാ, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് 200. അപ്പൊ സിയുടെ വാല്യൂ എന്താ? 200/2. അപ്പൊ 100. കേട്ടോ? അപ്പൊ 2/3 into 100 ചെയ്യണം. ഇനി മറക്കല്ലേ, UCS വാല്യൂ നിങ്ങൾക്ക് ചോദ്യത്തിൽ തരുന്നെങ്കിൽ സി എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്. അപ്പൊ
200 by 3. 66.67. 66.67. Okay, 66.67. ഇതാണ് നമ്മുടെ പുതിയ സി ഡാഷ്. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. QU is equal to 1.2 into 66.67 into NC which is equal to 5.7. ഈ 5.7 വാല്യൂ ഓർത്തിരുന്നോണേ, ചിലപ്പോൾ അതൊന്നും ക്വസ്റ്റ്യൻ കാണത്തില്ല. Then QNQ എന്ന് വെച്ചാൽ എന്താ? ഗാമ ഇൻറ്റു DF. വാട്ട് ഈസ് ഗാമ? 18. DF എന്താ? DF 1.5. ഇവിടെ ഗ്രൗണ്ട് ലെവല് വെള്ളം എന്ന് പറയുന്നത്, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിനൊക്കെ 5 മീറ്റർ താഴെയാ. അപ്പൊ എന്താ 5 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 1.5 ആണ് ഇത് 2 മീറ്റർ ആണ് നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. അപ്പൊ 1.5 പ്ലസ് 2 3.5. അപ്പൊ ഇത് 5 ആ, ഒത്തിരി താഴെയാ, 3.5നേക്കാൾ താഴെ, അതുകൊണ്ട് പേടിക്കാനില്ല. സോ 1.2 ഇൻറ്റു CNC ആയി. QNQ എന്ന് പറയുമ്പോൾ ഗാമ 18 ഇൻറ്റു ഡെപ്ത് 1.5 ഇൻറ്റു NQ. NQ എന്ന് പറയുന്നത് എത്രയാ? 1. അടുത്ത ടേം ചെയ്യണമെന്നില്ല, ബിക്കോസ് അത് വരുന്നില്ല, 0 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എഴുതി വെച്ചോ. 0.4 ഇൻറ്റു B എന്ന് പറയുന്നത് 2 ഇൻറ്റു ഗാമ ഇസ് അഗെയിൻ 18 ഇൻറ്റു 0. അപ്പൊ അത് 0 ആയിപ്പോയി. എത്ര കിട്ടും? $483 കിട്ടിയോ നിയർലി? അല്ലെങ്കിൽ 482.9 483 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. അൾട്ടിമേറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? സേഫ് ലോഡ്. അതെങ്ങനെ കണ്ടുപിടിക്കും? സേഫ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അൾട്ടിമേറ്റിൽ നിന്ന് നെറ്റ് അൾട്ടിമേറ്റ് കണ്ടുപിടിക്കുക. നെറ്റ് അൾട്ടിമേറ്റിൽ നിന്നും എന്താ വേണം? നെറ്റ് സേഫ് ബിയറിംഗ് കണ്ടുപിടിക്കുക. നെറ്റ് സേഫ് ബിയറിംഗ് പ്ലസ് ഗാമ DF കിട്ടുമ്പോഴത്തേക്ക് നെറ്റ് സേഫ് അൾട്ടിമേറ്റ് കിട്ടും. ഇൻറ്റു A ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. QU ആയി. അപ്പൊ QNU ഇനി എങ്ങനെ കണ്ടുപിടിക്കും? QU മൈനസ് ഗാമ DF. അപ്പൊ QNU കിട്ടും. ഓക്കെ, ഇനി QNU ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് സേഫ് കിട്ടും. നെറ്റ് സേഫ് ഇത് വന്നിട്ട് നെറ്റ് അൾട്ടിമേറ്റ്. ഓക്കെ, നെറ്റ് സേഫ് കിട്ടി. ഇനി നെറ്റ് സേഫിന്റെ കൂടെ എന്ത് കൂട്ടണം? ഗാമ DF കൂട്ടണം. അപ്പൊ നമുക്ക് സേഫ് കിട്ടും. നെറ്റ് സേഫിന്റെ കൂടെ ഗാമ DF. ഓക്കെ, അപ്പൊ സേഫും കിട്ടും. പക്ഷെ ചോദ്യം എന്താ? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആയതേ ഉള്ളൂ. സേഫ് ബിയറിംഗ് ലോഡ് Q ഈസ് ഈക്വൽ ടു QS ഇൻറ്റു A. വേഗം ചെയ്തേ. ഇത്രേ. ഇപ്പൊ ലോഡാണോ ബിയറിംഗ് കപ്പാസിറ്റി ആണോ ചോദ്യത്തിലുള്ളതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 2-3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മീഡിയം ക്ലേ, മീഡിയം സാൻഡ് ആണോ? അതല്ല സാധാ സാൻഡ് ആണെങ്കിൽ നമ്മുടെ സാധാ ഇക്വേഷൻ. മീഡിയം ആണെങ്കിൽ നമ്മുടെ ഫൈ ഈക്വൽ ടു 0 ആയിരിക്കും മോസ്റ്റ്ലി തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ മൊത്തത്തിലേ മാറിപ്പോകും. സിയും NCയും NQയും എൻഗാമയും എല്ലാം പുതുതായിട്ട് ഒന്നുകൂടെ കണ്ടുപിടിക്കണം. സോ അതുകൊണ്ട് അങ്ങനെ വരത്തില്ലായിരിക്കും. 5 0 ഉള്ള കേസ് ആയിരിക്കും മോസ്റ്റ്ലി നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ NCയുടെ വാല്യൂ 5.7, NQന്റെ വാല്യൂ 1, എൻഗാമയുടെ വാല്യൂ 0. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിയുടെ വാല്യൂ മാത്രം മാറ്റി കൊടുക്കണം. 2/3 C ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കുക. QU കിട്ടും. ഓക്കെ, QUയിൽ നിന്ന് QNU, QNUയിൽ നിന്ന് QNS, QNSൽ നിന്ന് QS. ഓക്കെ, ദെൻ ഫൈനലി ലോഡ് എന്ന് പറയുന്നത് സേഫ് ലോഡ്. നെറ്റ് സേഫ് ആണെങ്കിൽ ഇവിടുന്ന് ഇൻറ്റു A ചെയ്യണം. ഓക്കെ, എവിടെ ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? ചോദ്യം ഏതാ? അവിടെ ഇൻറ്റു A ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കിട്ടും. So 483 minus gamma is 18 into 0.5, 1.5. എത്ര കിട്ടി? 456 കിട്ടിയോ? 456 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 456 ഡിവൈഡഡ് ബൈ 3
27. ആ ഏരിയ എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? സ്ക്വയറിന്റെ ഏരിയ എടുക്കണം, 2 × 2. ഓക്കെ, ഇത് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറയണോ എന്തെങ്കിലും? 716 യൂണിറ്റ് ലോഡ് ആയതുകൊണ്ട് കിലോ ന്യൂട്ടൺ മാത്രം. ഓക്കെ, കിലോ ന്യൂട്ടൺ മാത്രം. അപ്പൊ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 716. ഈ ഒരു പാഠം ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫോർമുല ഒന്ന് പഠിച്ചിരുന്നാൽ മതി. പിന്നെ വാട്ടർ ടേബിൾ വരുമ്പം അതും എളുപ്പമാണ്. വാട്ടർ ടേബിളും ദെൻ ക്ലേയുടെ മാത്രമുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് സ്കെംറ്റൺസ് വരുന്നത്. നിങ്ങൾ GT1 പോലെയല്ല, GT2 അതിനൊക്കെ എളുപ്പമുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞോ? ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് പ്രീവിയസ് ഇയർ നിങ്ങളുടെ സീരീസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മറ്റേ ചെയ്ത് കഴിഞ്ഞൊന്ന് ഉറപ്പാന്നേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളത് പോയായിരുന്നു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ വാട്ട് ആർ ദ 3, അത് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റിങ്വിഷ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഫ്രം അലൗബിൾ ബിയറിംഗ് പ്രഷർ. അലൗബിൾ ബിയറിംഗ് പ്രഷറും സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താ നോക്കാം. അലൗബിൾ ബിയറിംഗ് പ്രഷർ, നെറ്റ് അലൗബിൾ ബിയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സോയിലിന് സേഫ് ആയിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബിയറിംഗ് പ്രഷറാണ്. അതെന്ന് പറയുന്നത് രണ്ടെണ്ണവും കൂടെ ചേർത്ത് നമ്മൾ നോക്കുന്നതാണ്. നെറ്റ് അലൗബിൾ ബിയറിംഗ് പ്രഷർ പോലെ തന്നെ അലൗബിൾ ബിയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെയും കൂടെ ചേർത്ത് നമ്മൾ നോക്കുന്നത്. സെറ്റിൽമെന്റ് കൺസിഡറേഷനും ഷിയർ ഫെയിലർ കൺസിഡറേഷനും വെച്ച് നോക്കിയിട്ട് അതിലെ ഏറ്റവും മിനിമം വരുന്ന ഏതാണ്, അതാണ് നമ്മുടെ അലൗബിൾ ബിയറിംഗ് പ്രഷർ. അതേസമയം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ലോഡ് കാരണം വരുന്ന എല്ലാം കൂടെ ചെയ്തു വന്നിട്ട് ഇതാണ് സേഫ് ബിയറിംഗ്. ഈ ഗ്രോസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയിൽ എന്ത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ? ഷിയർ കൺസിഡറേഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതേസമയം അലൗബിൾ ആവുമ്പോഴോ ഷിയറും നോക്കും, സെറ്റിൽമെന്റ് നോക്കും, അതിലെ മിനിമം വാല്യൂ ആണ് അലൗബിളിൽ പോകുന്നത്. ഓക്കെ, നൗ ദിസ് അസംഷൻസ് മെയ്ഡ് ബൈ തെർസാഗി. ഓക്കെ, തെർസാഗിയുടെ അസംഷൻസ് എന്തുവാണെന്ന്. ദെൻ ഹൗ ഡസ്, ഇപ്പൊ എനിക്ക് ഭാവന അയച്ചത് എന്തുവാ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ ടീച്ചർ? ഇല്ലല്ലോ. മിസ് അത് ഇന്ന് മിസ് തന്നതാ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് നാളത്തെ രാവിലെ ഒരു ക്ലാസ് ഉണ്ടേ. നമ്മൾ കംഫർട്ടബിളി തീർത്തു സംഭവം, സെക്കൻഡ് മൊഡ്യൂൾ തീർത്തു. എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങൾക്ക് 2 ചാപ്റ്ററിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്കൊന്നുകൂടെ ചെയ്യാം. നാളെ രാവിലെ ഒരു ക്ലാസ്സുകളുണ്ട്. അപ്പൊ നാളെ രാവിലെ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാം. മേ ബി ആൻസേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ എല്ലാം ഞാൻ ചെയ്തിട്ടേക്കാം. ഈ ഒരു 7B നമ്മൾ ചെയ്തത്. 8A ഒന്ന് ചെയ്തേ. 8A വേഗം ചെയ്തേ. Ultimate bearing capacity of 2 meter wide square footing resting on the ground surface of sand deposit with the following property. Okay, sand deposit ആണ്. സോ C തന്നിട്ടില്ല, അപ്പൊ C ഇല്ല. സാൻഡ് ഡിപ്പോസിറ്റ് ആണ്, C തന്നിട്ടില്ല. ഓക്കെ, ക്ലേ ആണ്. പ്യുവർ ക്ലേ ആണെങ്കിൽ എന്തായിരിക്കും 0? ക്ലേ ആണെങ്കിൽ എന്താ 0? 5 ആയിരിക്കും. അതേപോലെ തന്നെ സാൻഡ് ആണെങ്കിൽ എന്താ 0? C 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേം കാണത്തില്ല. ബാക്കിയുള്ള വെച്ചൊന്ന് ചെയ്തേ വേഗം.
ഇത് വിത്ത് സ്ക്വയർ ഫൂട്ടിംഗ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് സർഫസ് ആണ്. ഒന്നാമത്തെ കേസ് ഗ്രൗണ്ട് സർഫസിൽ ഇരിക്കുകയാണ്. യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ, and also calculate ultimate bearing capacity if same footing is placed at a depth of. രണ്ടാമത്തെ കേസിലാണ് ഡെപ്തിൽ വെച്ചേക്കുന്നത്. ആദ്യത്തെ കേസിൽ എന്താ, ഗ്രൗണ്ട് സർഫസിലാണ് ഈ സംഭവം വെച്ചേക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഒരു പർട്ടിക്കുലർ ഡെപ്തി വെച്ചിട്ടുണ്ട്. of 1 meter. നമ്മൾ ഇന്നലെ ചെയ്ത സർച്ചാറിന്റെ ചോദ്യം ഇതിനകത്തും കാണുന്നുണ്ട്. അപ്പോ ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ്ട് ഇതില്ലേ, derive an expression for net bearing pressure with a neat sketch. നെറ്റ് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ, അതെന്ന് പറയുന്നത് ഞാൻ ഇതാണ് നെറ്റ് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു ഡെറിവേഷനാണ് കേട്ടോ. ഈ ഒരു ഡെറിവേഷൻ ആണ് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. നെറ്റ് ബിയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ചോദ്യമാണെങ്കിൽ ഇതാ എഴുതേണ്ടത് കേട്ടോ. 11ാമത്തെ ചോദ്യം ഇതില്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജനറൽ ഷിയർ ഫെയിലർ, അത് നമ്മൾ പറഞ്ഞു. ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ എ ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ, ക്രൈറ്റീരിയ ചോദിച്ചു കഴിഞ്ഞാൽ ഷിയർ ഫെയിലറും ഉണ്ടാകരുത്, സെറ്റിൽമെന്റും ഉണ്ടാകരുത്. നമ്മൾ ഇത് രണ്ട് ഉണ്ടാകാത്ത രീതിയിലാണ് ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ QNS അതേപോലെ തന്നെ QNB ഇതിലെ മിനിമം വാല്യൂ എടുത്ത് അത് അലൗബിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. A foundation is designed in such a way that there is no shear failure in the soil. Also the settlement is within the permissible limit. ഈ രണ്ട് ക്രൈറ്റീരിയയും കൂടെ മാച്ച് ആക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഷിയർ ഫെയിലർ നോക്കി QNS കണ്ടുപിടിക്കും, സെറ്റിൽമെന്റ് നോക്കി QNP കണ്ടുപിടിക്കും. ഇതിലെ മിനിമം വാല്യൂ ഏതാ അത് അലൗബിൾ ആക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷാലോ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ഇതറിയാലോ, definition അറിയാം. Then derive an expression for coefficient of active. Different types of foundation. ഒക്കെയുള്ള എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ എന്തെങ്കിലും സ്പെസിഫിക്കലി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം നാളെ വരുമ്പോഴത്തേക്ക്. ഡിഫൈൻ ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് വെർട്ടിക്കൽ എക്സ്കവേഷൻ, അത് കണ്ടുപിടിക്കാൻ, അതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലം എന്തായാലും ഞാൻ ചെയ്തിട്ടേക്കാം നിങ്ങൾക്ക്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് calculate the ultimate bearing capacity of 2 meter wide. അപ്പോൾ B is equal to 2 meter wide square footing resting on the ground surface. ground surface ഇരിക്കുന്നത്. So DF എന്താ, 0. ground surface ഇരിക്കുന്നതുകൊണ്ട് DF 0 of sand deposit with the following property. unit weight gamma is equal to 18.6. ആദ്യത്തെ കേസിൽ ഗ്രൗണ്ട് സർഫസിലായിരിക്കുന്നത്, അപ്പൊ DF ഇല്ല, depth of the foundation ഇല്ല. angle of friction phi is equal to 35 and NQ is equal to 41.4. NC is equal to, NC അല്ല, N gamma is equal to 42.2. Calculate the bearing capacity. സെയിം തന്നെ പിന്നെ കണ്ടുപിടിക്കും. അപ്പൊ QU എങ്ങനെ കണ്ടുപിടിക്കും, CNC ആ ടേം ഇല്ല. ഓക്കെ, QNQ, CNC പ്ലസ് QNQ പ്ലസ് ഹാഫ് B gamma N gamma. ഓക്കെ, ഇതിലെ CNC ഇല്ല, C ഇല്ലാത്തതുകൊണ്ട്. QNQ ഉണ്ടോ, ഇല്ല. ഗാമ ഇൻറ്റു DF ആ Q എന്ന് പറയുന്നത്, അതും ഇല്ല, അതും ഇല്ല. ഇനി അടുത്ത ഹാഫ് B gamma N gamma അല്ല, സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് 0.4 B gamma N gamma. ഇത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, ശ്രദ്ധിക്കണേ, സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, അതുകൊണ്ട് 0.4 B gamma N gamma. So 0.4 into what is B, 2 meter into what is gamma,
18.6 into n gamma. N gamma 42.2. Okay. So what will you get? $627.936 കിട്ടിയോ? ഇതേ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇനി 1 മീറ്റർ ഡെപ്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DF 1 മീറ്റർ, അതായത് അത്രയും കൂടെ കുഴിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ വീണ്ടും എങ്ങനെ മാറും? QU is equal to CNC എന്തായാലും ഇല്ല, അതിന്റെ സാൻഡ് തന്നെയാണ്. Then QNQ ആകുമ്പോഴത്തേക്ക് 18.6 into DF എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 മീറ്റർ ഡെപ്ത്. ഓക്കെ, ഇൻറ്റു NQ ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 41.4 പ്ലസ് രണ്ടാമത്തെ ടേം അതേപോലെ തന്നെ. രണ്ടാമത്തെ ടേം നമ്മൾ എന്തായാലും കണ്ടുപിടിച്ച് വെച്ചു, അതുകൊണ്ട് 627.936 എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് എഴുതാം. ഈ ടേം ആണെന്നല്ലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചത്. ഓക്കെ, ഇത് എത്ര കിട്ടും? ഇതിന്റെ കൂടെ 18.6 into 41.4 1397.976 kilonewton per meter square. So what, calculate the net ultimate bearing capacity if same footing is placed at a depth of 1 meter. അപ്പൊ അവിടെ മണ്ണിന്റെ കൂടെ ഓവർബർഡൻ പ്രഷർ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, മണ്ണിന്റെയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഞാൻ അടുത്തത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വേഗം പറഞ്ഞു വിടാം. വേഗം നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ അടുത്തേം കൂടെ ഒന്ന് വേഗം പറഞ്ഞോട്ടെ. ക്ലിയർ ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത്? സർക്കുലർ ഫൂട്ടിംഗ് റെസ്റ്റ് ഇൻ പ്യുവർ ക്ലേ വിത്ത് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. നോക്ക്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് 200. അപ്പൊ സിയുടെ വാല്യൂ എന്ത് കിട്ടും സ്വാതി? അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ സിയുടെ വാല്യൂ എന്തുവാ സ്വാതി? 2/3 എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? 2/3 നമ്മള് ജനറൽ 200/2. അപ്പൊ നമ്മൾ 2/3 ചെയ്ത് എപ്പോഴായിരുന്നു? ജനറൽ ഷിയർ ഫെയിലിയർ അല്ല, ലോക്കൽ ആണെന്ന് തോന്നി കഴിയുമ്പോഴാണ് സിയുടെ വാല്യൂനെ 2/3 സി ചെയ്യുന്നത്. ഓക്കെ, ഇത് 100 kilonewton per meter square. ഓക്കെ, അറ്റ് എ ഡെപ്ത്. അപ്പൊ ഇവിടെ എന്താ ഈ ഡെപ്ത് എന്ന് പറയുന്നത്? എന്തുവാ? DF, ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ് 1.5. യൂസിങ് സ്കെംപ്റ്റൺസ് മെത്തേഡ്. ഓക്കെ, സ്കെംപ്റ്റൺസ് മെത്തേഡ് നമ്മൾ പഠിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. സ്കെംപ്റ്റൺസ് മെത്തേഡ് നമ്മൾ പഠിച്ചില്ല, സോ പോട്ടെ. സ്കെംപ്റ്റൺസ് മെത്തേഡും വാട്ടറും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവന അയച്ചെന്ന നോട്ടിൽ അതില്ല, അപ്പൊ അത് കാണത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തതിൽ വാട്ടർ ടേബിൾ ഉണ്ട്, സോ അതില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ചെയ്ത പോലത്തെയാന്ന് തോന്നുന്നു. 535 സി ഉണ്ട്, NC NQ ഗാമയുണ്ട്. കാൽക്കുലേറ്റ് ദ നെറ്റ് സേഫ് ലോഡ്. നെറ്റ് സേഫ് ലോഡ്, നോട്ട് കപ്പാസിറ്റി, ഇറ്റ് ഈസ് നെറ്റ് സേഫ് ലോഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് QU കണ്ടുപിടിക്കണം, ദെൻ അത് കഴിഞ്ഞിട്ട് QNU കണ്ടുപിടിക്കണം, ദെൻ QNS. നെറ്റ് സേഫ് വരെയായി, അതെന്താ? QNU/F ആണ് നെറ്റ് സേഫ്. ഇനി ക്യാപിറ്റൽ QNS എങ്ങനെ ചെയ്യും? ഈ സ്മോൾ QNS ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നെറ്റ് സേഫ് ലോഡ് കിട്ടും. ഇപ്പൊ QU എന്ന് പറയുന്നത് Q is equal to CNC plus QNQ plus സ്ക്വയർ ഫൂട്ടിംഗ്. അപ്പൊ 0.4 B gamma N gamma. C is 30, NC is 57.8. Q എന്ന് പറയുന്നത് എന്താ? 18 into depth 1.5 into NQ. NQ എന്ന് പറയുന്നത് 41.4 plus B gamma N gamma. B is 2, 0.4 into 2 into gamma again 18 into N gamma is 42.4.
ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്യു യു കിട്ടും. ആ ക്യു യു മിസ് അതിനകത്തിലേ ആ ക്യൂ അത് സ്ക്വയർ ഫൂട്ടിംഗ് ആവുമ്പം CNC-യുടെ കൂടെ 1.2 ഉണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമോ? യെസ് യു ആർ റൈറ്റ്. 1.2 ഉണ്ട്, കറക്റ്റാ. ഞാൻ ആ ഫോർമുല തെറ്റിപ്പോയി. നമ്മൾ മുമ്പേ ചെയ്തതിന് 1.2 ഇട്ടായിരുന്നു. ഇവിടെ 1.2 ഇട്ടില്ലായിരുന്നല്ലോ മുമ്പേ. അപ്പം 1.2 ഇട്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. 1.2 ഉണ്ടേ, CNC-ക്ക് മുമ്പ് 1.2 ഉണ്ടേ. മുമ്പത്തെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. 1.2 ഉണ്ട്. ഓക്കെ, 1.2 CNC പ്ലസ് QNQ പ്ലസ് 0.4 ബി ഗാമ എൻ ഗാമ. അപ്പൊ നേരത്തെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കണം ഇത്. അപ്പൊ ഇതിന്റെ ഞാൻ ആൻസേഴ്സ് എഴുതിയിട്ടേക്കാം. അത് വെച്ചൊന്ന് ഒന്നുകൂടെ നോക്കിയാൽ മതി. ഓക്കെ, 1.2 CNC പ്ലസ് QNQ പ്ലസ് 0.4 ബി ഗാമ എൻ ഗാമ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതേ, ഇപ്പൊ QU മൈനസ്